അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഒരു ടൈം ടേബിൾ അല്ലെങ്കിൽ ഒരു സ്റ്റഡി പ്ലാൻ അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഇന്ന് മോർണിംഗ് ഞാനൊരു 5:30 എണീറ്റിട്ടുണ്ടായിരുന്നു. പ്ലാൻ ഞാൻ ഇന്നലെ രാത്രി കിടക്കുന്നതിന് മുമ്പേ സെറ്റാക്കി വെച്ചു. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് ചുമരിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഈ ഒരു ടൈം ടേബിൾ എനിക്ക് പഠിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചൊരു ടൈം ടേബിളാണ്. ഇപ്പം നിങ്ങൾക്ക് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ പഠിക്കണം, പക്ഷേ എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നുള്ള യാതൊരു ഐഡിയ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ചിലപ്പോൾ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യാം. അതിപ്പോൾ LGS ലെവൽ ആയിക്കോട്ടെ, 10th ലെവൽ ആയിക്കോട്ടെ, ഇപ്പോൾ റീസെൻ്റായിട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യാം. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളത് ടെക്സ്റ്റ് ബുക്ക് പഠിക്കലാണ്. പുതിയ ടെക്സ്റ്റ് ബുക്ക് 5ാം ക്ലാസ്, 7ാം ക്ലാസ്, പിന്നെ 9ാം ക്ലാസ് ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് ഒരു ചാപ്റ്റർ വെച്ചിട്ട് പഠിക്കാം. അത് കഴിഞ്ഞ് പഴയ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുമ്പം പുതിയത് വന്നു എന്ന് കരുതി പഴയത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ പഴയ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പഠിക്കണം. അതിൻ്റെ അകത്ത് ഒരു ചാപ്റ്റർ എടുത്ത് പഠിക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളത് ക്ലാസ് നോട്ട് പഠിക്കലാണ്. ഇപ്പോൾ ക്ലാസ്സിന് പോകുന്നില്ല, സെൽഫ് സ്റ്റഡി നടത്തുന്ന ഒരാളാണെങ്കിൽ ഇപ്പം നിങ്ങളുടെ രീതി എന്താണോ, ഇപ്പോൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നോട്ട്സ് പഠിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ റാങ്ക് ഫയൽ നോക്കിയിട്ട് അങ്ങനെ ടോപ്പിക്ക് പഠിക്കുന്നവരാണെങ്കിൽ അത് റിവൈസ് ചെയ്യുക. അടുത്തത് NCERT ആണ് കൊടുത്തത്. 10th ലെവൽ എക്സാമെന്ന് വെച്ചിട്ട് NCERT നിന്ന് വരാണ്ടൊന്നുമില്ല. ഇപ്പോൾ NCERT നിന്ന് നന്നായിട്ട് ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓരോ ചാപ്റ്റർ വെച്ചിട്ട് NCERT കവർ ചെയ്ത് പോവാം. നെക്സ്റ്റ് ഞാൻ കൊടുത്തത് GK സ്മോൾ ടോപ്പിക്സ് എന്നാണ്. അത് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സിലബസിൻ്റെ അകത്ത് പഠിച്ചാൽ എന്തായാലും ഷുവറായിട്ട് വരുന്ന കുറച്ച് ടോപ്പിക്സ് ഉണ്ടാവുമല്ലോ, ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയാം. അങ്ങനെയുള്ള ടോപ്പിക്സ് സെലക്ട് ചെയ്ത് പഠിക്കുക. അടുത്തത് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഓരോ ടോപ്പിക്സ് വീതം കവർ ചെയ്യാം. ഇത്രയും ഞാൻ പറഞ്ഞത് ഡെയിലി നമ്മൾ നോക്കേണ്ട കാര്യങ്ങളല്ല. ഒന്ന് കഴിഞ്ഞിട്ട് അടുത്തത് കഴിഞ്ഞിട്ട് അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിച്ചു പോകുക. എന്തായാലും ഇത് ഒരു ദിവസം കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇപ്പോൾ പലർക്കും പഠിക്കാൻ കിട്ടുന്ന ആ ഒരു ടൈം വ്യത്യസ്തമായിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്ന സമയത്തിൽ ഓരോന്നായി പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത് മുന്നോട്ട് പോകുക. പക്ഷേ ഞാനിവിടെ ഡെയിലി നോക്കാൻ വേണ്ടി ഒരു 4 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തേത് കറണ്ട് അഫെയർസ് ആണ്. ഡെയിലി കറണ്ട് അഫെയർസ് നമ്മൾ എഴുതി പോവുക. എഴുതാൻ ടൈം കിട്ടാത്തവരാണെങ്കിൽ ജസ്റ്റ് വായിച്ചിട്ടെങ്കിലും പോകുക. അടുത്തത് മാത്സ് ആണ്. മാത്സിൽ ഞാൻ കുറച്ച് വീക്കാണ്, അതുകൊണ്ടാണ് ഞാൻ മാത്സ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വീക്കായിട്ടുള്ള സബ്ജക്റ്റ് ഏതാണോ അത് കൊടുക്കാം. ഇപ്പോൾ മാത്സ് നന്നായിട്ട് അറിയുന്നവരാണെങ്കിൽ ഡെയിലി മാത്സ് നോക്കേണ്ട ആവശ്യമില്ല. മാത്സിന് പകരമായിട്ട് നിങ്ങൾക്ക് വീക്കായിട്ടുള്ള സബ്ജക്റ്റ് ഏതാണോ അത് കൊടുക്കുക. അത് ഡെയിലി നോക്കി പോകുക. അടുത്തത് ഞാൻ കൊടുത്തത് ഇംഗ്ലീഷാണ്. മാത്സ് പറഞ്ഞ പോലെ തന്നെ ഇംഗ്ലീഷ് എനിക്ക് കുറച്ച് പാടാണ്, അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഡെയിലി ഒരു 10 മിനിറ്റ് എന്നുള്ള രീതിയിലാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ മലയാളം വൊക്കാബുലറി പാർട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. വൊക്കാബുലറി നമ്മൾ ഡെയിലി നോക്കിയിട്ടില്ലെങ്കിൽ അത് മൈൻഡിൽ നിൽക്കില്ല, അതുകൊണ്ടാണ് മലയാളം കൊടുത്തത്. അപ്പോൾ ഇത്രയാണ് അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടി ഞാൻ തയ്യാറാക്കിയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ. ഇതൊരു എക്സാമ്പിളായി എടുത്തിട്ട് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു പ്ലാൻ തയ്യാറാക്കാം. ഈ വീഡിയോയിൽ ഞാൻ ഈ ഒരു ടൈം ടേബിൾ ബേസ് ചെയ്തിട്ടാണ് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. ആദ്യം ഞാൻ നോക്കിയത് കറണ്ട് അഫെയർസ് ആണ്, ഡെയിലി കറണ്ട് അഫെയർസ്. പിന്നെ കുറച്ച് നേരം മാത്സ് നോക്കി, ദെൻ ഇംഗ്ലീഷാണ് നോക്കിയത്. ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ലക്ഷ്യയുടെ സിമ്പിൾ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ബുക്കാണ് ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ മലയാളമാണ് നോക്കിയത്. അപ്പം ഞാൻ ഡെയിലി കംപ്ലീറ്റ് ചെയ്യേണ്ട ആ ഒരു 4 ടാസ്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഇന്ന് ക്ലാസ് ഉള്ള ഒരു ദിവസമായിരുന്നു. അപ്പോൾ ക്ലാസ്സിന് പോകുന്നതിന് മുന്നേ മോർണിംഗ് ആണ് ഞാൻ ഈ ഒരു സ്റ്റഡി ബ്ലോഗ് എടുത്തത്. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ ഹസ്ബൻഡ് ഉണ്ടാക്കി, അതുകൊണ്ട് രാവിലെ കുറച്ചധികം ടൈം പഠിക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ബൈ.